നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? പിന്നെ എന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ എക്സ്പീരിയൻസ് കാരണം എന്താ വെച്ചാൽ ഞാൻ മലയാള സിനിമയിൽ ഒരു ഭയങ്കര പ്രോമിനന്റ് ഫിഗർ അല്ല. ഞാൻ കൊല്ലത്തിൽ അവസാനമായി ചെയ്ത സിനിമ പ്രോപ്പറായിട്ട് പറഞ്ഞാൽ 2016 പ്രേതം, പിന്നെ കഴിഞ്ഞൊരു നീരജ. അപ്പം ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഇപ്പോഴാണ് ഒരു മനോരാജ്യം എന്നുള്ളൊരു സിനിമയായിട്ട് വരുന്നത്. പക്ഷെ മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ ഒരു പവർ ഇതുണ്ടോ, എന്നെ ഒതുക്കാൻ മാത്രം ഞാനൊരു ശക്തിയാകും ഒന്നും ആയിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഉണ്ടോന്നും ഇല്ലാന്നും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. കാരണം ഞാൻ അറിയാലോ, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടോന്നോ ഇല്ലാന്നോ എനിക്ക് പറയാറില്ല. നമ്മൾ വെറുതെ നമുക്ക് ഒരു പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. വളരെ ഗൗരവം നിറഞ്ഞൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. അപ്പം ഇല്ലാന്നോ ഉണ്ടെന്നോ പറയാനുള്ള ഒരു അനുഭവ സമ്പത്ത് എനിക്ക് ഇൻഡസ്ട്രിയിലില്ല. ഇപ്പോൾ ഈ പടത്തിന്റെ പ്രൊമോഷന്റെ ഇടയിൽ കയറി വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇതിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ഇതിനൊരു ആധികാരികമായിട്ട് ഉത്തരം പറയാനുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുക ഇത് പ്ലാൻഡ് പരിപാടിയാണോ സംഭവമാണോ എന്ന്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ ആരും കേൾക്കാത്ത മനോരാജ്യം എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കും? നിങ്ങളുടെ ഏമാ കമ്മിറ്റിക്കാരും പടം പോലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് തുറന്ന ഏമാ കമ്മിറ്റിയാണ്, കൊടുക്കുന്ന ഇന്റർവ്യൂ പോലും നാട്ടുകാരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും, പ്രൊഡ്യൂസറെ എങ്ങനെ സേഫ് ആക്കി നോക്കുന്ന സമയത്ത് ഈ സാധനം പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ക്ഷമിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് അധികാരിയായിട്ട് പറയാറില്ല. എനിക്കിതിനകത്ത് ഞാൻ കിട്ടിയ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ കണ്ടത് ക്രെഡിബിൾ ആയിട്ടുള്ള കുറേ ന്യൂസ് ചാനൽസുകളാണ്. അതിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ എൻ്റെ സഹപാഠികൾ കൊടുത്ത കുറേ പത്രസമ്മേളനങ്ങളും അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ കൊടുത്ത കുറച്ച് പത്രസമ്മേളനങ്ങളിലും ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് തോന്നിയ എൻ്റെ പരിമിതമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇത് ലീഗലായിട്ട് ഒരു പ്രൊഫഷണൽ സിസ്റ്റം അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട പരിപാടിയാണ്. അതായത് നമ്മളെ പോലെ എന്നെ പോലെ ഒരാൾ ഇരുന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നും അല്ല ചെയ്യേണ്ടത്. സിസ്റ്റം ഷുഡ് ഇന്റർഫിയർ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ. ഇപ്പൊ ഈ അന്വേഷണം നടത്തണമെന്ന് പറയുമ്പോഴും ഹേമകമ്മയ്ക്ക് അന്വേഷണം നടത്തിയപ്പോൾ ഒരു 25 ലക്ഷം രൂപയോളം ചിലവായില്ല. ഇനിയിപ്പോ SIT വരുമ്പം എത്രയാണെന്ന് അറിയില്ല. ഈ ഒരു അന്വേഷണത്തിനൊക്കെ ഇത്രയൊക്കെ ചെലവ് വരുമെന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ ചെലവിന്റെ കാര്യം എഗെയിൻ എനിക്കൊരു ഐഡിയ ഇല്ല. ശരിയാണെന്ന് തോന്നുന്നുണ്ട്. നോർമലി ഈ തെറ്റല്ല. ഇത് ഇത്രയും നിങ്ങളിപ്പോ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാവം മനോരാജ്യം പടം പ്രൊമോട്ട് ചെയ്യാൻ വന്ന എന്നെ വരെ നിങ്ങളിങ്ങനെ എടുത്തിട്ട് ഇതിനെക്കുറിച്ച് ചോദിപ്പിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സംസാര വിഷയമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു സൊല്യൂഷൻ വേണം. അല്ല, അത് മാത്രമല്ല, ഞാനതാ പറഞ്ഞത്, ഞാൻ ഈ വല്ലപ്പോഴും മലയാളത്തിൽ വന്നിട്ട് കഴിഞ്ഞ 6 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം വന്നിട്ട് ഒരു പടം ചെയ്യുന്ന എന്നെ വരെ നിങ്ങൾ ഇങ്ങനെ വെച്ച് ചോദിക്കണമെങ്കിൽ ഇതിനൊരു റെലവൻസ് ഈ ടോപ്പിക്കിൽ നിന്നുകൊണ്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് സൊല്യൂഷൻ വേണ്ട. ഇതിനാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥിതി. ഇപ്പൊ നമ്മൾ കാശ് ചെലവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാൾക്ക് അസുഖം വന്നാൽ കാശ് ചെലവായ സത്യമാണോന്ന് എന്റെ ചോദ്യം. അല്ല, അതെനിക്കറിയില്ല. അതെങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, ഏകദേശം നമുക്കൊരു ഇതൊക്കെ ഒരു എനിക്ക് ലീഗൽ സിസ്റ്റത്തിന്റെ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചെലവായി ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. കാരണം ഇതിന്റെ കൂടെ ഞാൻ പ്രൊഡ്യൂസറിനോടൊപ്പം കട്ടക്ക് നിന്നാണ്. എവിടെയൊക്കെ എന്തൊക്കെ ചെലവുണ്ട് വെച്ചാൽ എനിക്കറിയാം. മറ്റേത് എന്റെ സിസ്റ്റം അല്ലല്ലോ. ഒരു ലീഗൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പ്രൊഫഷണൽ ചെലവ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ കാലങ്ങളായിട്ട് സിനിമയിലാണ്, അല്ലെങ്കിൽ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര ചിലവുണ്ട്, മലയാളത്തിൽ എത്ര ചിലവുണ്ട് വെച്ച് ഞാൻ പറയാറില്ല. കാരണം ഇത് എന്റെ ഫീൽഡാണ്. ഒരു കുറ്റം അന്വേഷിക്കുക എത്ര ചിലവാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതാ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു അഭിപ്രായം വേണമെങ്കിൽ അഭിപ്രായം പറയാം. ആ അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ ഒരു തലക്കെട്ട് ഉണ്ടാക്കാം. പക്ഷെ അതല്ലല്ലോ കാര്യം. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല പോയി. കാരണം ഞാൻ ലോ അല്ല പഠിച്ചിട്ടുള്ളത്. പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ പ്രതികരണം എന്നുള്ളത് മാത്രമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കുറച്ചും കൂടെ സ്വാഭാവികമായിട്ടും അവരെന്ന് പറയാൻ പറ്റില്ല. ഞാനും അമ്മ മെമ്പർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അമ്മയെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് തന്നെ അതിനകത്ത് റെസ്പോൺസ് വേണം. അത് വിചാരിച്ചിട്ട് ഇത് GP പറഞ്ഞു പറഞ്ഞ് തലക്കെട്ടിടരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ പലപ്പോഴും നിങ്ങൾ ചോദിച്ചോളൂ ഇത്രയും നല്ലതായിട്ട് ഉത്തരം പറഞ്ഞു വിചാരിച്ചിട്ട് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് പണി തരുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറും ചർച്ചകൾ നിൽക്കരുത്. ഇപ്പൊ അമ്മ പ്രതികരിച്ചു, അവർ പ്രതികരിച്ചു, അങ്ങനെയല്ല. അമ്മയിൽ തന്നെ പല ആൾക്കാരും ആരോപിതമാണ്, അവർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. അവരല്ല ഇത് പറയേണ്ടത്. ഇനി ഇത് ലീഗൽ സിസ്റ്റമാണ് പറയേണ്ടത്. ഇതിൽ നിന്ന് ഔട്ട്സൈഡേഴ്സ് ആണ്. ഡെഫിനറ്റ്ലി ഇതിന് ഒരു ഇവിടുത്തെ അംഗീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമല്ലേ ഇതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലാതെ ഇവിടുത്തെ സെലിബ്രിറ്റീസ് ആണോ ഇതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്? അല്ലല്ലോ. അതും ആ സെലിബ്രിറ്റീസ്
എല്ലാം ഇങ്ങനെ നിങ്ങളെന്നെ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരോപണങ്ങൾ, അങ്ങനെയാണോ ഇത് ഡീൽ ചെയ്യേണ്ടത്? ഇതൊരു സിസ്റ്റം കയറി വന്ന് അവരോട് പറയേണ്ട മൊഴികളല്ലേ, അവരല്ലേ ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടത് അല്ലേ? സിസ്റ്റത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കേസ് മുന്നേ നടന്ന കേസ്. ഫോർ എക്സാമ്പിൾ ഒരു 5-6 വർഷം മുന്നേ നടന്ന കേസ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു കേസ് നിലവിലുള്ളപ്പോ ഇതിന്റെ കേസിൽ റിസൾട്ട് ജനങ്ങൾക്ക് അപ്പൊ മക്കളെ നിങ്ങൾ തന്നെ പറഞ്ഞു നമുക്ക് എന്താ സൊല്യൂഷൻ? അതന്നെ ഞാൻ നിങ്ങളുടെ അതേ അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നു. എന്താ സൊല്യൂഷൻ? ഒന്നുമില്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റീനെ കുറിച്ച് ഒരാഴ്ച ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ന്യൂസ് കണ്ടുള്ള ഒരു വ്യക്തിയില്ലേ എന്താ തോന്നുന്നത്? അല്ല എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പരിപാടിയുടെ ഇടയിൽ പടം പ്രൊമോട്ട് ചെയ്യുന്ന ഇടയിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കുള്ള ഇൻഫർമേഷൻ വെച്ച് ഞാൻ ഇത്രയും റെസ്പോൺസ് നിങ്ങൾക്ക് തന്നു. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങൾ പറ എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? ഇതിന്റെ സൊല്യൂഷൻ അറിയില്ല. പിന്നെ എന്നെ നിങ്ങൾക്ക് ഓർമ്മ എങ്ങനെയാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് മറുപടി? ഓക്കെ.